നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഈ പോക്ക് പോയ പണി കിട്ടും. അത് ഏറ്റവും നന്നായിട്ടറിയാവുന്നയാളാണ് അൽവാരോ അർബിലോവ. കളിച്ച 12 കളികളിൽ 4 കളികളാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ പൊട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ അടുത്ത മത്സരം സെൽറ്റ വിഗോക്കെതിരെ ജയിച്ചേ പറ്റൂ. തുടർച്ചയായി 2 കളികളിൽ ലാ ലീഗയിൽ തോറ്റു നിൽക്കുകയാണ്. 4 പോയിൻ്റ് പുറകിലാണ്. അത് കഴിഞ്ഞാലോ സിറ്റിക്കെതിരെയാണ്. ഇനിയിപ്പോൾ ആകെ പ്രതീക്ഷ UEFA ചാമ്പ്യൻസ് ലീഗാണ്. ഈ 4 പോയിൻ്റ് വ്യത്യാസമൊക്കെ മറികടന്ന് ഇനി ലാ ലീഗ പിടിക്കുമോ എന്നറിയില്ല. UCL ആണെങ്കിൽ സിറ്റിയെ പോലുള്ള കരുത്തരോടാണ് പ്രീ ക്വാർട്ടർ തന്നെ കളിക്കേണ്ടത്. ഒന്നിനും ഒരു ഉറപ്പില്ല എന്നർത്ഥം. നമുക്കറിയാമല്ലോ, സൂപ്പർ കപ്പ് തോറ്റതിന് പിന്നാലെയാണ് സാബി അലോൺസോയെ പറഞ്ഞു വിട്ടത്. അൽവാരോ അർബിലോവയെ കോച്ചാക്കി ആദ്യ കളിയിൽ തന്നെ കോപ്പ ഡെൽ റേ ഇന്ന് പുറത്തായി. ഇപ്പോൾ ലാ ലീഗയിലെ കാര്യം അവതാളത്തിലായി. UCL എന്ത് എന്ന് കണ്ടറിയണം. അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ തുടക്കത്തിൽ ഈ പുതിയ കോച്ചിൽ താരങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കൈവിട്ടു പോയി തുടങ്ങിയിരിക്കുന്നു എന്ന് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിനിടക്കാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് വരുന്നത്. മിഗുവൽ ഏഞ്ചൽ ഡയസ്, അദ്ദേഹം കദേന കോപ്പിൻ്റെ റിപ്പോർട്ടറാണ്. മാഡ്രിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അദ്ദേഹം നൽകാറുള്ളത്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു, അൽവാരോ അർബിലോവ ക്യാപ്റ്റന്മാരെ കണ്ട് സംസാരിച്ചിരിക്കുന്നു. അതായത് റയൽ മാഡ്രിഡിൻ്റെ ക്യാപ്റ്റന്മാരോട് ഇപ്പോഴത്തെ ടീമിൻ്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അൽവാരോ അർബിലോവ ഹാസ് മെറ്റ് വിത്ത് ദി സ്ക്വാഡ്സ് ക്യാപ്റ്റൻസ് ടു ടോക്ക് അബൌട്ട് ദി ടീം സിറ്റുവേഷൻ. ടീമിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് അവരുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തി. മാത്രമല്ല ലോങ് ടോക്കാണ് അദ്ദേഹം നടത്തിയത്. അതിനുശേഷം താരങ്ങളുമായി കണ്ടു. എന്നിട്ട് മോർ എഫേർട്ട് ആവശ്യമാണ്, ഇത് പോരാ, ഇങ്ങനെ കളിച്ചാൽ പണി കിട്ടും എന്ന് താരങ്ങളോട് അദ്ദേഹം ഉണർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. അതുകൂടാതെ മറ്റൊരു വിവരം കൂടി, മരിയോ കോർട്ടഗാനയെ പോലെയുള്ള, ഗുയർമോ റായിയെ പോലെയുള്ള പ്രമുഖ ജേർണലിസ്റ്റുകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടക്ക് റയൽ മാഡ്രിഡിൽ താരങ്ങളുടെ ആ ഒരു ഫീലിംഗ് ആകെ മാറിപ്പോയിരിക്കുന്നു. അതായത് ഒരുപാട് പ്ലെയേഴ്സ് ഇപ്പോൾ കാര്യങ്ങൾ വേഴ്സായി മാറിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ്. സോഴ്സസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അർബിലോവ ഡസ് നോട്ട് ഹാവ് ദി ഫുൾ സപ്പോർട്ട് ഓഫ് ദി എൻ്റയർ മാഡ്രിഡ് സ്ക്വാഡ്. റയൽ മാഡ്രിഡ് സ്ക്വാഡിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണ, അല്ലെങ്കിൽ മുഴുവൻ സ്ക്വാഡിൻ്റെയും ഒരു പിന്തുണ ഇപ്പോൾ അൽവാരോ അർബിലോവയ്ക്കില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാമല്ലോ, സാബി അലോൺസോയുടെ പരിശീലന ഘട്ടത്തിൽ അവസാനമാകുമ്പോഴേക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. താരങ്ങളുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കാത്ത അവസ്ഥ, പ്രത്യേകിച്ച് ചില സൂപ്പർ താരങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ രീതികളോട് എതിർപ്പുണ്ടായിരുന്നു. അത് തന്നെയാണ് അർബിലോവയുടെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഈ സീസണിൽ ഇനി ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറയേണ്ടി വരും. അതല്ല, ഇനി ഒരു മാജിക്കൽ പെർഫോമൻസ് UEFA ചാമ്പ്യൻസ് ലീഗിൽ നടത്തുമോ എന്നുള്ളതും കണ്ടറിയണം. രണ്ടായാലും ഒരു കാര്യം ഉറപ്പാണ്, അർബിലോവ അടുത്ത സീസണിൽ റയലിൻ്റെ കോച്ചായി തുടരാനുള്ള സാധ്യത തീരെ കുറവാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.